അയ്യേ, നീ പ്രേമിച്ചത് സാധാരണ ശാന്തിയെ അല്ല, കാക്കിയുടുപ്പിട്ട വിജയശാന്തിയെയാ. നിന്റെ ആത്മാവിന് ശാന്തി കിട്ടട്ടെ. ആശംസകൾ. ഇന്ന് ഷഡ്ഡിയുടെ പരസ്യം ഉറപ്പാ. ഇതാ രാജാ. നീ അകത്തേക്ക് വാ. പുറത്ത് വെച്ച് നിന്നെ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് പെണ്ണ് ചോദിക്കാൻ വന്നിരിക്കുക. എന്തോന്നാ? വലിയ ആൾക്കാരാ. ആദ്യം നീ വേഷമൊക്കെ ഒന്ന് മാറ്റ്, എന്നിട്ട് സംസാരിക്കാം. ആരാ എന്താന്നൊക്കെ അറിയാതെ ഇങ്ങനെ അങ്ങോട്ട് ചെന്ന് കാപ്പി കൊടുക്കും. നീ ആദ്യം ഡ്രസ് ഒന്ന് മാറ്റി. അന്ന് കാണുമ്പോ ഇങ്ങനല്ലായിരുന്നല്ലോ. വന്ന് അവസാനം ഒരു പോലീസിനെ പോയി സ്നേഹിച്ചില്ലേ? സാറേ, വീട്ടിൽ വിളക്ക് കൊളുത്തണ്ടേ? എല്ലാത്തിനെയും കൊളുത്തും ഞാൻ. ആ എടി, നീ അറിഞ്ഞായിരുന്നോ? ഇന്നലെ ശാന്തിയെ പെണ്ണ് നോക്കാൻ വന്നവരുണ്ടല്ലോ, ആരോടൊന്നും പറയാതെ അങ്ങ് ഇറങ്ങിപ്പോയി. അവക്ക് എന്ത് കുറവാണോ ആവോ? എന്ത് കുറവ്? നീ എനിക്ക് ആ മല്ലിയുടെ നമ്പർ ഒന്ന് തരണേ. അവളോട് എനിക്ക് ഈ കാര്യം പറഞ്ഞില്ലെങ്കിൽ എന്റെ എന്താ പറഞ്ഞേ? പുറത്ത് ഹോട്ട്, അകത്ത് കുളിരോ? ഒന്ന് പറ ചേട്ടാ. എന്താ ശാന്തി, ഇന്നലെ നിന്നെ പെണ്ണ് കാണാൻ പോകുന്ന പറയുന്നത് കേട്ടല്ലോ. കണ്ടതോട് ഓടിപ്പോയല്ലേ? അപ്പൊ നിനക്ക് എന്ത് കുറവാണുള്ളത്? എന്തായാലും നീ ആരോടും പറയണ്ട. പുറത്തറിഞ്ഞാ വളരെ മോശമാ. അറിഞ്ഞാ നാണം കെട്ട് മാറിപ്പോവും. പറഞ്ഞത് കേട്ടല്ലോ അല്ലേ? ഞാൻ പറഞ്ഞിട്ടാ? ഞാനാണോ പറഞ്ഞേ? എനിക്ക് ചെറുക്കനെ കൊണ്ടുവരാൻ ഞാനാണോ നിന്നോട് പറഞ്ഞേ? നിങ്ങളെല്ലാം എന്റെ പുറകെ വന്ന് പെണ്ണ് കാണൽ കഴിയുമ്പോ വേണ്ടെന്ന് വെക്കുമല്ലേ? വരുന്നവനും പോകുന്നവനും ഒക്കെ എന്റെ കുഴപ്പം പറഞ്ഞ എന്നെ കളിയാക്കുവോ? അറിയോ എനിക്ക് എന്തിന്റെ കുറവാടാ? എന്ത് കുറവാണ് പറയണം. എന്തിനാടാ എന്നോട് വരാൻ പറഞ്ഞേ? വരാൻ പറഞ്ഞാ നീ അടിക്കും, വരണ്ടാന്ന് പറഞ്ഞാ അവൾ അടിക്കും. ഏതവള്? ജെറ്റ്ലി പോലീസ് വേഷം ഇട്ട പോലെയുണ്ട്, കണ്ടില്ലേ? എടുക്ക്, ലൈസൻസ് എടുക്ക്. ലൈസൻസ് ആരോടാ ലൈസൻസ് ചോദിക്കുന്നേ? എന്തായി ചെയ്യുന്നേ? ആളറിയാതെയാണല്ലോ കളിക്കുന്നത്. സംഗതി കൊളവാകുന്ന ലക്ഷണമാ. ലൈസൻസ് എടുക്ക്. ഇതെല്ലാം കണ്ടതാ, കൊറേ കണ്ടതാ. എന്താ പേടിപ്പിക്കാണോ? ഇഷ്ടപ്പെട്ടാ നെഞ്ചോട് ചേർക്കും, അല്ലെ വെട്ടിക്കളയും ഞാൻ. അന്ന് മുമ്പില് ഇപ്പൊ പുറകിലായി. പോലീസിന്റെ പിടുത്തം അറിയാലോ. ഇവനാണോ വേദന എടുക്കാൻ പോകുന്നത്? നല്ല ആയുർവേദ മസാജ് ചെയ്യുന്ന പോലെ ഉണ്ടായിരിക്കും. വേണ്ട വേണ്ട വേണ്ട, എടുത്തു കഴിഞ്ഞു. എനിക്കെന്താടാ കുഴപ്പം? എന്തിനാ വേണ്ടെന്ന് പറഞ്ഞേ? ഇഷ്ടപ്പെട്ടില്ല. പിന്നെന്തിനാ നീ പെണ്ണ് കാണാൻ വന്നേ? അന്നേരം ഇഷ്ടായിരുന്നു, ഇപ്പൊ ഇഷ്ടല്ല. അതാ ചോദിച്ചേ. അന്ന് ഞാൻ ഡ്രസ്സില്ലാതല്ലേ കണ്ടത്, അപ്പൊ ഇഷ്ടായി. ഇപ്പൊ ഡ്രസ് ഉള്ളത് കൊണ്ട് ഇഷ്ടമല്ല. ഡ്രസ്സില്ലാതെ കണ്ടെന്ന്? എവിടെ? എപ്പോ കണ്ടായിരുന്നല്ലേ? കണ്ടോടി, കലികാലം കണ്ടോ? എങ്ങനെയൊക്കെയാ പെണ്ണ് കാണുന്നത് നോക്കടി. നീയും വന്ന് നിന്നല്ലോ 8 മുഴവും ചുറ്റിക്കൊണ്ട്. ഈ മനുഷ്യനെ കൊണ്ട് തോറ്റു. എന്താടാ നീ പറയുന്നത്? അന്ന് ഇയാള് കാക്കി ഡ്രസ് ഇല്ലാതെ നിന്നപ്പോ ഇഷ്ടപ്പെട്ടു. ഇപ്പൊ കാക്കി ഉടുപ്പല്ലേ ഇട്ടേക്കുന്നേ, അതുകൊണ്ട് ഇഷ്ടമല്ല. എന്തുകൊണ്ട്? ചപ്പ കൂതറ ഫിഗറിനെ പോലും എനിക്ക് ഇഷ്ടാകും.
എന്നാ സബ് ഇൻസ്പെക്ടർ ആണെങ്കിലേ ഛേ എനിക്കിഷ്ടേ അല്ല. കൂതറയാണെന്നോ? ഇന്ന് നിന്നെ ശരിയാക്കിട്ട് തന്നെ കാര്യം. വെടിവെക്കുന്ന എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാനൊരു പോലീസ് ഓഫീസർ. പോടാ, പോടാ. പോലീസ് ഓഫീസറാ പറയുന്നത്. പിന്നെ ഞങ്ങൾ ആരാ? പുറകെ പ്രശ്നമാകും. ഞാൻ ആരാണെന്ന് അവൻ അറിയില്ലേ? തന്നെ കുറിച്ച് അറിയാൻ വേണ്ടിയല്ല ഞാൻ വന്നത്. ഞാൻ ആരാണെന്ന് നിന്നെ അറിയിക്കാൻ വന്നതാ. മധുരയ്ക്ക് വന്നുവെങ്കിൽ മീനാക്ഷിയെ തൊഴുതിട്ട് മട്ടനും ദോശയും കഴിച്ചിട്ട് പോയാൽ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. പോകാവല്ലേ? മിനിസ്റ്ററോട് പറ, സിഎമ്മിന് ഫോൺ ചെയ്യാം. വാറണ്ടുണ്ടോ? പോകുന്ന വഴിക്ക് തരാം. ശിവ, കൈവിട്ട ആയുധവും വാക്കും തിരിച്ചെടുക്കാനാവില്ല. ആദ്യം നീ ഇവിടുന്ന് ജീവനോടെ പോയിട്ട് വേണ്ടേ? നിന്റെ കൂടെ ഇത്രയധികം ആൾക്കാരുണ്ടെന്ന് അറിഞ്ഞിട്ടും തനിച്ചാ വന്നത്. ആ ധൈര്യം നിനക്കുണ്ടോ? പോകാം, വാ. പറ്റുമെങ്കിൽ അകത്താക്കി നോക്ക്. അതെ അച്ഛാ, അതെ വേണ്ട. വേണ്ട അച്ഛാ. ശക്തി എന്താ പറഞ്ഞേ? കമ്മീഷണറാ. നീയൊക്കെ എന്ത് ചെയ്യുമായിരുന്നു അവിടെ? ചേട്ടാ, ഞാൻ കോടതിയിലുണ്ട്. ഇവിടെ വന്നില്ലല്ലോ ചേട്ടാ. ഞാനും കേട്ടായിരുന്നു മോനെ. സാറിന് ഇവിടെ കൊണ്ടുവന്നില്ലല്ലോ. എവിടെയാണ് അച്ഛനിപ്പോ ഉള്ളത്? ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. കമ്മീഷണർ ഓഫീസിലും പോയിട്ടില്ല, കോർട്ടിലും പോയിട്ടില്ല, ജയിലിലും പോയിട്ടില്ല. പിന്നെ അച്ഛൻ എവിടെയാണ്? എവിടേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്? അമ്മേ, ഇറങ്ങ്. എത്ര വലിയ ആളാണെങ്കിലും ഇറക്കും. അതാണ് പോലീസ്. അകത്തിട്ടാൽ ആ നിമിഷം തന്നെ പുറത്തു വരുമല്ലോ. അതുകൊണ്ട് തന്നെയാ 5 മണിക്കൂർ എന്റെ കസ്റ്റഡി വെച്ചത്. ഒരു പോലീസിന് ക്രിമിനലായി ചിന്തിക്കാം, പക്ഷെ ഒരു ക്രിമിനലിന് പോലീസിനെ പോലെ ചിന്തിക്കാൻ കഴിയില്ല. എനിക്ക് ശബ്ദം ഇഷ്ടമല്ല, അതും നിന്നെ പോലുള്ളവന്റെ ശബ്ദം ഒട്ടും ഇഷ്ടമല്ല. എന്റെ പരിധിയിലുള്ള സ്ഥലം ക്ലീൻ ആയിരിക്കണം. എനിക്ക് പേടിയില്ല. പോലീസ് എന്ന് പറയുന്നത് ഒരാളല്ല. ഞാൻ പോയാൽ വേറൊരാൾ, ഒരാൾ പോയാൽ മറ്റൊരാൾ വന്നുകൊണ്ടിരിക്കും. പക്ഷെ നീ ഒരാളേ ഉള്ളൂ. പേടി നിന്നെ വിട്ടു പോകില്ല. ഇത് കാണുമ്പോഴെല്ലാം നിനക്ക് അറസ്റ്റിന്റെ ഓർമ്മ വരണം. തെറ്റുകൾ ആവർത്തിക്കരുതെന്ന് തോന്നണം. ഇവിടെ കൊണ്ടുവന്ന് എന്തിനാണെന്ന് ഓർക്കുകയാണോ? പെരുവടിയിൽ വന്നെങ്കിലേ നിനക്കെല്ലാം മനസ്സിലാകൂ. കുത്തിയിരുന്ന് ആലോചിക്ക്. എന്നും പോലീസിന് താഴെ തന്നെയാ ശിവൻ.
ആരാ നീ? ആരാ? ചോദിച്ച കേട്ടില്ലടാ. കൈവച്ചത് കൊണ്ട് കൈ ഞാൻ വെട്ടുന്നത്. ജയിലിലിട്ടിരുന്നെങ്കിലുണ്ടല്ലോ നിന്റെ തല ഞാൻ എടുത്തേനെ. എന്നാ എടുത്തു. നടു റോഡിലിരുന്ന് ആലോചിക്ക്. പോലീസ് എന്നല്ല, എന്റെ അച്ഛനേക്കാൾ വലുതായിട്ട് ആരും ഉണ്ടാവരുത്. അവന്റെ കൈ വെട്ടിയത് കൊണ്ടായില്ല, കൊല്ലേണ്ടതായിരുന്നു. എത്ര പേരെ കൊല്ലും? പേടിയോ? ശിവന് പേടിയോ? പറഞ്ഞല്ലോ അവനെ കണ്ടാൽ എനിക്ക് പേടിയാണെന്ന്. അവൻ പരമശിവന്റെ കഴുത്തി കിടക്കുന്ന പാമ്പാണ്. ഒന്ന് തീർത്താൽ ആ സ്ഥാനത്ത് വേറൊന്നു വരും. പ്രശ്നം പാമ്പല്ല, അതിരിക്കുന്ന സ്ഥലം. ആ സ്ഥലം നമ്മുടെ കയ്യിൽ വരണം. അതിന് കള്ളനും പോലീസും കളിയിൽ കള്ളൻ നമ്മുടെ ആളാവണം, പോലീസും നമ്മുടെ ആളായിരിക്കണം. മനസ്സിലായില്ല. ഒരു പോലീസ് ക്രിമിനലായി ചിന്തിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് അവൻ കാണിച്ചു തന്നു. ഒരു ക്രിമിനൽ പോലീസായാൽ എന്ത് നടക്കുമെന്ന് അവന് ഞാൻ കാണിച്ചു കൊടുക്കാം. അതിന് നമ്മുടെ കൂടെയുള്ള ഒരാൾ പോലീസാവണം. അവൻ നമ്മുടെ വിശ്വസ്തനായിരിക്കണം. അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടോ? ആ, ഉണ്ട്. ആരാ? ശിവൻ രൂപമെങ്കിൽ അവൻ നിഴലാ. എന്ത് നേരിടാൻ വേണ്ടി ഉരുക്കുപോലെ നെഞ്ചു വിരിച്ച് നിൽക്കുന്നവനാ. വേറെ ആരാണ്? എന്റെ ശക്തി. ഫ്രണ്ട് പോലീസായിട്ട് വന്നപ്പോ ചാക്ക് സൂചിക്കാ പറയും കുത്തിവിട്ടത്. ഫ്രണ്ട് പോലീസാന്ന് പറഞ്ഞപ്പോ പ്രേമം പോലും വേണ്ടാന്ന് വെച്ചു. നിന്റെ അച്ഛൻ രാവിലെ കോമഡി ആണല്ലോ അടിക്കുന്നത്. എന്റെ ചേട്ടന് വിവരമില്ലടാ. ഇങ്ങനെ പറഞ്ഞെന്ന് പറയട്ടെ. എന്താച്ചാ? ശക്തി അയക്കൂ. അയക്കാം. കറക്റ്റ് ആയിരിക്കുമല്ലോ, അയക്കൂ. ശരി അച്ഛാ. അമ്മേ, ആള് കുടുങ്ങി കേട്ടോ. അച്ഛാ, ആകുന്നോണ്ട് കുഴപ്പമില്ല. എന്താകാനാ? പോലീസ് അയക്കൂ. ശരി അച്ഛാ. എന്താകാനാ? പോലീസോ? അച്ഛാ, ഞാൻ ചാകാൻ പോലും തയ്യാറാ. പക്ഷെ പോലീസൊന്നും ആകില്ല അച്ഛാ, നടക്കില്ല. നടന്നതെല്ലാം കണ്ടതല്ലേ? ഇനി അതെല്ലാം ശ്രദ്ധിച്ചാ പോരെ? നമ്മളെ കൺട്രോൾ ചെയ്യുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ നീ പോലീസ് ആവണം. അതുകൊണ്ട് എന്റെ അമ്മ നിന്നെ പോലീസാക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതൊന്നും നടക്കില്ല അച്ഛാ. നടക്കും, നടന്നേ തീരും. നടക്കില്ല അച്ഛാ, നടക്കും. അത് നടക്കില്ല സാറേ. എന്താ സാറേ, എന്തായാലും സാർ പോലീസ് ആവും. 20 വർഷമായില്ലേ സാറേ ഈ വേഷം. ഞാൻ കാക്കി ഉടുപ്പിട്ടോട്ടെ. ഇടിച്ചു. അയ്യോ, എന്നെ കൊല്ലല്ലേ. അയ്യോ, എന്നെ കൊല്ലല്ലേ. ഹേയ്, പിടിക്കടാ അവനെ. അയ്യോ അയ്യോ, ഞാൻ അടിവസ്ത്രം ഇട്ടിട്ടില്ല, ചെയ്യരുത്. അയ്യോ പിടി പിടി പിടി. മൂന്ന് വാക്ക് എഴുതാൻ വേണ്ടി ഉള്ള ശക്തി മുഴുവൻ നീ വെറുതെ കളഞ്ഞല്ലോടാ.
ഒരൊപ്പിട്ട് കൊടുത്ത പോലീസ് ആകുമല്ലേ? എഴുത്. എന്താടോ ഇവിടെ ഗ്രൂപ്പായിട്ട് എല്ലാം കൂടെ ചെയ്തോണ്ടിരിക്കുന്നത്? ഇത് ഗ്രൂപ്പ് 1 എക്സാം അല്ലേ? അതാ ഗ്രൂപ്പ് ആയിട്ടിരിക്കുന്നത്. അപ്പൊ ക്വാർട്ടർ എക്സാം ആണെങ്കിൽ ക്വാർട്ടർ അടിച്ചോണ്ട് എഴുതുവോ? ഹാഫിലി എക്സാം ആണെങ്കിൽ ഹാഫ് അടിച്ചോണ്ട് എഴുതുമായിരിക്കും അല്ലേ? എഴുതേക്ക്. എക്സാം എഴുതുന്നോ മാത്രം മതി ഇവിടെ, ബാക്കിയെല്ലാം പുറത്തു പോകും. എടാ പോകാൻ പറഞ്ഞില്ലേ എന്നോട്? ഓ ചേട്ടാ. പരീക്ഷ ജയിച്ചെങ്കിലല്ലേ പോലീസ് ആകുള്ളൂ. റിസൾട്ട് വന്ന് കാണുമല്ലേ? എന്തെങ്കിലും എഴുതി വെച്ചെങ്കിലല്ലേ ഞാൻ ജയിക്കുള്ളൂ. ഈ ഞാൻ എവിടുത്തെ പോലീസ് ആകാനാ? ആയി കഴിഞ്ഞു. എന്താ ആയെന്ന് ഒന്നുകൂടെ പറഞ്ഞേ. ശക്തി, പിന്നെ ഞങ്ങളൊക്കെ എന്തിനാടാ ഇവിടെ ഉള്ളത്? നിന്നെ അങ്ങനെ ആക്കാതെ വിടുവോടാ? നിന്റെ അച്ഛൻ വിചാരിച്ച എന്തെങ്കിലും നടക്കാതിരുന്നിട്ടുണ്ടോ? അവന്റെ നോട്ടം കണ്ടില്ലേ? ശക്തി, മോൻ പോലീസൊന്നും ആകണ്ട. ഞാൻ പോലീസ് ആകുന്നത് അച്ഛൻ ഇത്രയും സന്തോഷമാണെങ്കിൽ ഞാൻ ആകാമേ. ചെറുപ്പം തൊട്ട് എന്റെ മോന് കാക്കി ഇഷ്ടമല്ലാത്തതല്ലേ? അച്ഛന് ദേഷ്യം വരുമ്പോൾ കണ്ണ് ചുവന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ കണ്ണ് നിറഞ്ഞ് ഞാൻ അന്നാണ് കണ്ടത്. ഇനി ഒരിക്കലും അച്ഛനെ ഞാൻ അങ്ങനെ കാണാൻ പാടില്ലമ്മേ. അച്ഛൻ്റെ ആഗ്രഹമല്ലേ. പോലീസ്. അയ്യോ.